ബാലുശ്ശേരി എരമംഗലം പ്രദേശത്തെ ക്വാറി ക്രഷർ പ്രവർത്തനത്തിനെതിരെ കളക്ടറേറ്റ് മാർച്ച് നടത്താൻ ഒരുങ്ങി ജനകീയ സംരക്ഷണ സമിതി. പാരിസ്ഥിതികാനുമതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചിന് മുന്നോടിയായി എരമംഗലത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ പരിസ്ഥിതി ചെയർമാൻ സമദ് പൂക്കാട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് എരമംഗലത്ത് പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ക്വാറി ക്രഷർ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാരിസ്ഥിതിക അനുമതി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ 4-ന് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചിന് മുന്നോടിയായാണ് എരമംഗലത്ത് പൊതുയോഗം സംഘടിപ്പിച്ചത്. ബാലുശ്ശേരി പഞ്ചായത്തിൽ 13-14 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി ക്രഷറിനെതിരെ നടന്ന പൊതുയോഗം ജില്ലാ പരിസ്ഥിതി ചെയർമാൻ സമദ് പൂക്കാട് ഉദ്ഘാടനം ചെയ്തു. സംവിധാനത്തിന് വേണ്ടിയിട്ട് ഒരു വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് എനിക്ക് ഈ സമ്മതപത്രം മുഴുവൻ നിന്ന് നീ തന്നതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ. എരമംഗലം പ്രദേശത്തെ ക്വാറിയുടെയും ക്രഷറിന്റെയും പ്രവർത്തനം ജനജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. എരമംഗലം കോമത്ത് ചാലിൽ പ്രവർത്തിക്കുന്ന കോക്കല്ലൂർ ഗ്രാനൈറ്റ്സ്, ഉപ്പൂത്തിക്കണ്ടിയിലെ JNP ഗ്രാനൈറ്റ്സ് ക്രഷർ എന്നിവയ്ക്കെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. ക്വാറി, ക്രഷർ എന്നിവ മേഖലകളിൽ പ്രവർത്തനം തുടങ്ങിയതോടെ പ്രദേശത്തെ ഒട്ടേറെ ജലസ്രോതസ്സുകളാണ് ഉപയോഗശൂന്യമായത്. പാറഖനനം മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങളെ സാരമായി ബാധിച്ചു. മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കും ക്രഷറിനുമെതിരെ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. പരിസ്ഥിതി പ്രാധാന്യമുള്ള ഭാഗത്താണ് ക്വാറിയുടെയും ക്രഷറിന്റെയും പ്രവർത്തനം. പട്ടികവർഗ ജാതി കുടുംബങ്ങളാണ് ക്വാറിക്ക് ഇരുവശത്തുമുള്ള മലമുകളിൽ താമസിക്കുന്നത്. ഇവരിൽ നിന്നും നേരത്തെ തുച്ഛമായ പൈസയ്ക്ക് ഭൂമി കൈക്കലാക്കിയ ക്വാറി മാഫിയ പ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു. പരിസ്ഥിതിയെ വൻതോതിൽ ചൂഷണം ചെയ്തുള്ള ഖനനം സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ബാലുശ്ശേരി പഞ്ചായത്തിലാണ് ക്വാറി ക്രഷർ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ജനവാസ മേഖല നന്മണ്ട പഞ്ചായത്തിന്റെ അധീനതയിലാണ്. 2 ഭരണസമിതിയുടെയും കീഴിലായതിനാൽ ക്വാറിക്കും ക്രഷറിനുമെതിരെ നടപടികൾക്ക് ഏകോപനവും കുറവാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ജനകീയ കമ്മിറ്റി ചെയർമാൻ നാരായണൻ നായർ, കൺവീനർ ഉമാമഠത്തിൽ, സമദ് മാസ്റ്റർ, അസ്ലം ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.